സത്യത്തിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത്. വഴിയിലോട്ട് വന്നപ്പം ഇവിടെ ഞാനത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത്. അതുകൊണ്ട് ഞാൻ കൊടുത്തു ഒരു കേസ്, അവരുടെ പേരിൽ ഞാനൊരു കേസ് കൊടുത്തു. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വൈറലായിട്ടുള്ള, എന്നാത്തിന് ഒട്ടുമിക്ക ആൾക്കാരും ഒരുപാട് അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമുക്ക് ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് വെക്കാം, ആദ്യ ഭാഗം ഇങ്ങോട്ട് വെക്കാം. അതായത് വീട്ടുമുറ്റത്ത് എന്താണ് വേണ്ടാത്ത രീതിയിൽ, അതും കണ്ടത് ഭാര്യ ഭർത്താക്കന്മാരാണ്, അവരെ വേണ്ടാത്ത രീതിയിൽ കണ്ടു എന്ന രീതിയിൽ ഒരു പെൺകുട്ടി ആരോപിക്കുന്ന ഒരു വീഡിയോ. അത് ആ ഭർത്താവ് തന്നെ ആരോപണത്തിന് വിധേയരായവര് തന്നെ അതെടുത്തിട്ട് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ നമ്മൾ കാണുകയും അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് സത്യത്തിൽ ഒരു പ്രസക്തിയും എനിക്ക് തോന്നുന്നു ഉണ്ടോന്ന് പോലും എനിക്ക് അറിയില്ല. കാരണം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരെ കുറിച്ച് പബ്ലിക്കിൽ വന്ന് കുറെ ആരോപണങ്ങൾ കൊണ്ട് വീട്ടുമുറ്റത്ത് കാണാൻ പാടില്ലാത്ത രീതിയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞത്. ആക്ച്വലി നമ്മളുടെ കാര്യം കോമൺ സെൻസ് ഉള്ളവർക്കൊന്ന് ചിന്തിച്ചുകൂടെ? ഈ ഭാര്യയും ഭർത്താവുമായ രണ്ടുപേര്, ആക്ച്വലി അതിൽ ആ പെൺകുട്ടിയെയും അയാൾ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവര് പബ്ലിക്കിൽ വന്ന് എന്ത് കാണിക്കാനാണെന്നല്ല, പബ്ലിക്കിൽ കാർ നിർത്തിയിട്ട് എന്ത് കാണിക്കാനുള്ളതാണ്? കാരണം ഒരു ഭാര്യ ഭർത്താവും അല്ലേ. ഈ കോമൺ സെൻസ് ഉള്ളവർക്ക് ആൾക്കാർക്ക് ഇത് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഈ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഒരു വീഡിയോ വന്നപ്പോ തന്നെ കുറച്ചധികം പേര് ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും മാനസികമായ ഒരു ആ രീതിയിലൊക്കെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 1-2 പേർ അഭിപ്രായങ്ങൾ. നമ്മളൊന്നും അതിലേക്ക് പോകുന്നില്ല. കാരണം ചില സമയത്ത് ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്, അല്ലേ? സത്യം പറഞ്ഞ സമൂഹത്തിൽ നമുക്ക് ഇതേക്കുറിച്ച് ഒറ്റ കാര്യങ്ങൾ ചോദിക്കാനുള്ളൂ. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഈ ലോകത്ത് എല്ലാ രീതിയും നമുക്ക് നന്നാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്, അല്ലേ? എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1-2 വീഡിയോ അവരുടെ രണ്ടുപേരുടെയും ഇപ്പോ ആ സ്ഥിതിഗതി കുറച്ച് വഷളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം കേസിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. ആ പെൺകുട്ടി അവർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു, ആത്മഹത്യാ ഭീഷണി മുടക്കിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ അയാൾ ലൈവിൽ വന്ന് 1-2 കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്താണ് കാരണം എന്നുള്ള പറയുന്നത്. കാരണം ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിയിരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് ഞാൻ പോകുമെന്നൊക്കെ പറഞ്ഞേക്കുന്നു. അത് നമ്മൾ കാണുമ്പോൾ അതിലൊന്നും എന്ത് പ്രസക്തിയാണ് ഉള്ളതെന്നുള്ളത്. കാരണം അവര് ഹസ്ബൻഡായ വൈഫ്, അവരെ കുറിച്ചാണ് ഈ കുട്ടി ആരോപിക്കുന്നത്. കാരണം അധികം പ്രായമൊന്നുമില്ല. എന്തൊക്കെയാണെന്നുള്ള ഈ കുട്ടി അത് കഴിഞ്ഞതിന് ശേഷം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുട്ടിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അത് ഞാൻ വെക്കാം. സത്യത്തിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത്. വഴിയിലോട്ട് വന്നപ്പം ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ വഴിയാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി. ചെന്ന അമ്മയോട് ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ ഞാനത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത്. അത് ചോദിച്ചതേ ഉള്ളൂ. അതിനകത്തിരുന്ന ആള് പുറത്തോട്ട് ഇറങ്ങി വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്താണ് കണ്ടതെന്നുള്ള രീതിക്കായിരുന്നു എന്നോട്. എനിക്കത് പറയാൻ അത് അത്രയും മോശമായിട്ടുള്ള ഒരു രീതിക്കാണ് ഞാനത് കണ്ടത്. നമ്മളിത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഭാര്യ ഭർത്താവുമായിട്ടുള്ള 2 പേര് കാണാൻ പാടില്ലാത്ത രീതിയിൽ വഴിയരികിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ ഇങ്ങനൊരു വാർത്തയൊന്നും ഞാൻ ഇന്നുവരെ കേട്ടിട്ട് പോലും ഇല്ല. കാമുകന്മാര് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് ഒരു പക്ഷെ കേട്ടാൽ നമുക്കത് വിശ്വസിക്കാന്ന് പറയാം. ഇങ്ങനെയുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഉള്ള അതിൽ ആ വീഡിയോയിൽ ആ പെൺകുട്ടിയെ അയാൾ കാണിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരിക്കലും അതിലൊരു കള്ളത്തരമില്ല അയാളാ പറയുന്നതിൽ, അല്ലേ? ഒരിക്കലും കാരണം ഈ ലോകം മൊത്തം അറിഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അപ്പൊ ആ പെൺകുട്ടി ചെയ്ത കാര്യം ഒന്ന് ആലോചിച്ച് നോക്കല്ലേ. ആ പെൺകുട്ടി ചെയ്തത് നല്ല കാര്യമാണോ എന്നുള്ള കാര്യമോ? നമ്മളെ കണ്ടിട്ടുള്ളവരല്ല, നേരി കണ്ടിട്ടില്ല. എന്നാലും അത് കണ്ട കാര്യമാണത് പറയുന്നത്. അതിന്റെ സ്വന്തം അമ്മ പോലും ഈ ഒരു കാര്യം പറയുന്നില്ല. അത് പറയുന്നത് കേട്ടിട്ടാണ് ആ അമ്മയും റിയാക്ട് ചെയ്യുന്നത്. ഒരിക്കലും ഇതൊരു ക്രിയേഷൻ വീഡിയോ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പബ്ലിക്കിൽ ഒരുപാട് വൈറലായിട്ടുണ്ട്, ഒരുപാട് പേരിനെ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഈ മാനസികമായ ചില അങ്ങേയറ്റം വൈകൃതത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രതികരണം പോലൊക്കെ ഇത് തോന്നുന്നത്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ഒരു വീഡിയോ. മഞ്ജു ചേച്ചിയുമായി ബന്ധപ്പെട്ടൊരു സംവിധായകന്റെ ഒരു ന്യൂസ്. അതായത് എന്താണ് പറയുന്നത്, 7 വർഷവുമായിട്ട് മഞ്ജു ചേച്ചിയുമായിട്ട് പ്രണയത്തിലായിരുന്നു. ഇപ്പം പോലീസ് കാരണം ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊരു സംവിധായകന്റെ പ്രതി. അത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന ആക്ച്വലി ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും മാനസിക വൈകൃതമായ ഒരു പ്രതികരണം പോലെയൊക്കെയാണ് ആക്ച്വലി അത് തോന്നുന്നത്. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഈ ഒരു ഭാര്യയും ഭർത്താവുമായ 2 പേര് പൊതുസ്ഥലത്ത് കാണാൻ പാടില്ലാത്ത രീതിയിൽ എന്ത് കാണിക്കാനാണ്? ഇങ്ങനൊരു വാർത്ത ഒരു രീതിയിൽ പോലും എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. അവർക്കവരുടെ വീട് സാഹചര്യമൊക്കെ പോരെ, പബ്ലിക് എന്ത് ചെയ്യാനാണെന്ന്, അല്ലേ?
നമ്മളെ 4 മണിയൊക്കെ ആയപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. സ്റ്റേഷനിൽ CI ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഡിലീറ്റ് ചെയ്യില്ല. പബ്ലിക്കായിട്ട് അപ്പോളജി ആ കുട്ടി പറയാത്തിടത്തോളം ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ആ കുട്ടി വില്ലിങ് ആയില്ല. അത് അങ്ങനെ സംസാരമായി. അവരുടെ വീട്ടിലുള്ള ആൾക്കാരും അവരുടെ സൈഡിലുള്ള ആൾക്കാർ ചോദ്യങ്ങൾ ഒരുപാട് ഉന്നയിച്ചു. അതായത് അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീഡിയോ എടുക്കുന്നത് തെറ്റല്ലേ സാർ? ഒരു അങ്ങനെ ഒന്നും പറ്റത്തില്ല, അങ്ങനെയൊന്നും ഒരു നിയമമില്ല. പബ്ലിക്കായിട്ടുള്ള സ്ഥലത്താണ് വെച്ചേക്കുന്നത്. ഈ വീഡിയോയിൽ ക്രിമിനൽ ഒഫൻസ് ആയിട്ട് ഒരു കാര്യം പോലും ഇല്ല. ഞാൻ മാന്യമായിട്ടാണ് സംസാരിച്ചെന്നുള്ള ബോധം എനിക്കുണ്ട്. അവരെ മോശപ്പെടുന്ന രീതിയിലോ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ ഞാൻ ഒരു കാര്യം പോലും സംസാരിച്ചിട്ടില്ല. എനിക്കുണ്ടായ ഒരു ദുരനുഭവത്തിനെതിരെ ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കെതിരെ ആ ഒരു ക്രിമിനൽ സംഭവം ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ എനിക്ക് പറ്റും. അതുകൊണ്ട് ഞാൻ കൊടുത്തു ഒരു കേസ്. അവരുടെ പേരിൽ ഞാനൊരു കേസ് കൊടുത്തു. എനിക്ക് എൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറി ആക്രമിക്കാൻ ശ്രമിച്ചു, ആളെ വിളിച്ചു കൂട്ടി ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു. അവർ പറഞ്ഞൊരു കാര്യം അവരുടെ അടുത്തുള്ള ആൾക്കാരാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കറിയാത്ത 1-2 ആളായിക്കോട്ടെ, അത് പബ്ലിക്കാണ്, എനിക്കത് പബ്ലിക്കാണ്, എനിക്കത് സ്ട്രേഞ്ചേഴ്സ് ആണ്. സോ എന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സോ പബ്ലിക്കലി എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക്കലി മാപ്പ് പറയുക. അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അത് തരത്തിലാണ് അയാളുടെ ഈഗോ സമ്മതിക്കാത്തതുകൊണ്ട് അതങ്ങനെ നടന്നു. അപ്പോൾ ഇന്ന് വീണ്ടും സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ആ കുട്ടിയുടെ മാനസിക നില വളരെ മോശമാണെന്നും ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയെന്നുമാണ് പോലീസ് എന്നോട് സംസാരിച്ചത്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എന്നോട് മാപ്പ് പറയണ്ട, എന്നോട് ആ കുട്ടി മാപ്പ് പറയണ്ട, സ്റ്റേഷനിൽ വെച്ച് മാപ്പ് പറയണ്ട, റിട്ടേൺ ആയിട്ടൊരു മാപ്പ്. കാരണം ഈ ആത്മഹത്യ ഭീഷണി എന്ന് കേട്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്, കുടുംബവും കുട്ടിയായിട്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യ ഭീഷണി ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും പേടിയുണ്ട്. എഴുതി തരിക, ഇതേപോലെ ഒരു അബദ്ധം പറ്റി, മാപ്പ് പറയണ്ട, അബദ്ധം പറ്റിയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവരുതും എന്നുള്ള എനിക്ക് പരാതികളോ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് എഴുതി സ്റ്റാമ്പ് പേപ്പർ ചെയ്ത് തന്ന് സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവം ഡിലീറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. മര്യാദയോടുകൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം. അതെങ്ങനെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്? തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, താൻ ചെയ്തതാണ് പൂർണ്ണമായിട്ട് ശരി എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി പ്രതികരിക്കുന്ന പോലാണ് ഗൈസ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. ആക്ച്വലി അദ്ദേഹം ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തന്റെ സത്യാവസ്ഥ പുറംലോകത്തെ അറിയിക്കാൻ വേണ്ടി അന്നേരം അദ്ദേഹം ആ ഒരു സമയത്ത് ആ വീഡിയോ എടുത്തു. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞു എന്നുള്ളതല്ലേ. ചുമ്മാ അല്ലെങ്കിൽ ആരെയും കണ്ടവരെ കണ്ടത് പറഞ്ഞുകൊണ്ട് നടക്കാൻ, അല്ലെങ്കിൽ വായിക്കാത്ത നാക്കിന് എല്ലിന് നീളം കൂടുതലാണ്, അതുകൊണ്ട് കണ്ടവരെ അല്ലെങ്കിൽ എന്റെ വീടിന് മുന്നിൽ വന്ന് അങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ആരെയും എന്തും ചീത്ത വിളിക്കാനൊന്നും അധികാരമൊന്നുമില്ല. അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്, അല്ലെങ്കിൽ അല്ലാത്തൊരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഒരുപക്ഷെ അവരെ ചീത്ത വിളിച്ചു, ഓക്കെ, അതിലെന്തെങ്കിലും ഒരുപക്ഷെ ഒന്നും അവർ ചെയ്തില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും ശരി നമ്മുടെ ഭാഗത്ത് നമുക്ക് പറയാനായിട്ട് വരും. ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ള 2 പേരെ അവരവിടെ ക്ഷീണം കൊണ്ട് അവരുടെ കാറിന് അവരുടെ വീടിന് മുന്നിൽ വന്ന് കിടന്നു, അല്ലെങ്കിൽ ആ വീടിന് മുന്നിൽ നിങ്ങൾ പാർക്ക് ചെയ്തത് എന്തിന് എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് അവരെ ചീത്ത വിളിക്കാം. അല്ലാതെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവരെ വേണ്ടാത്ത രീതിയിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാനേ പറ്റുന്നില്ല. എനിക്ക് യാതൊരു രീതിയിൽ എനിക്കറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഈഗോ പ്രോബ്ലംസോ തന്റെ കുടുംബത്തിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഇതിലേക്ക് ആ പെൺകുട്ടി വളർന്നു സാഹചര്യം ഒരുപക്ഷെ ഈ രീതിയിലൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് തോന്നുന്നു എന്നുള്ള കാര്യമാണ്. ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത പോലെ തന്നെ അന്ന് അനുവിന്റെ കാര്യം ഇതുപോലെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. കണ്ണിൽ കാണുന്ന എല്ലാത്തിനെയും നെഗറ്റീവായിട്ട്, അതും ഈ പെൺകുട്ടി പറഞ്ഞതിനോട് ഒട്ടും യോജിക്കാനേ പറ്റുന്നില്ല എന്നുള്ള കാര്യം. ഗൈസ് അന്നേരം ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാനില്ല, ഇത്രയുള്ളൂ പറയാനായിട്ടുള്ളത്. അങ്ങനെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.